मुफ्ती सैयद मोहम्मद जुनैद साहब बेहतरीन है, तब तक जिनका नाम जिला है देने मेरे मजल 21,776 के वकालत जनाब सैयद अजीज हसन साहब गवाह अव्वल, सैयद मोहम्मद इमरान साहब गवाह सैयद शहजाद साहब की मौजूदगी में और तमाम हाजिरीन बहरीन मसाजी को तंजीला साहिबा को मोहम्मद अयाज आपके निकाह में देता हूँ सैयद मोहम्मद साहब की അക്ഷയ ബിജു ആണ് നമ്മുടെ കൂടെയുള്ളത്. അക്ഷയ, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരുപാട് കല്യാണ വിശേഷങ്ങൾ ഈ തത്സമയം റിപ്പോർട്ടിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അച്ഛൻ്റെ ആഗ്രഹ പൂർത്തീകരണമാണ് എന്ന് പറയുമ്പോൾ അത് ICUയിലുമാണ് നടന്നത്. എന്താണ് സംഭവിച്ചത്? മകളുടെ വിവാഹം എന്ന് പറയുന്നത് ഏതൊരു അച്ഛനെയും സംബന്ധിച്ച് ഒരു വലിയ സ്വപ്നമാണ്. ആ നിമിഷത്തിലേക്ക് എത്താൻ, ആ ദിവസത്തിലേക്ക് എത്താൻ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തെ തേടി ഇങ്ങനെ ഒരു രോഗം എത്തുന്നത്. മുഹമ്മദ് ഇക്ബാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലക്നൌവിലെ ചൗക്കിലെ ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശമെന്ന് പറയുന്നത്. അപ്പോൾ മകളുടെ വിവാഹം നിശ്ചയിച്ചു, ഒരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നു. ആ ഒരു ദിവസത്തിൽ മകളുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ, അല്ലെങ്കിൽ ആ ഒരു മനോഹര നിമിഷത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ആശങ്കയിലായി. ബന്ധുക്കളെല്ലാവരും എന്ത് ചെയ്യണം, വിവാഹം നടത്തണോ അതോ നീട്ടിവെക്കണോ? അദ്ദേഹം അത്രയും ക്രിട്ടിക്കലായ സാഹചര്യത്തിൽ ICUയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് താൻ ഏത് അവസ്ഥയിലാണെങ്കിലും മകൾ സന്തോഷമായിട്ടിരിക്കണം, മകളുടെ കാര്യത്തിൽ ഒരു മുടക്കം ഉണ്ടാവാൻ പാടില്ല, അവളുടെ വിവാഹം നടക്കണമെന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ബന്ധുക്കളെല്ലാം കൂടി ഈ വിവാഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ, നിക്കാഹാണ് നടത്തുന്നത്, നിക്കാഹ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ ICUയിൽ വെച്ച് തന്നെ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. നമുക്കറിയാം ICUയിൽ ധരിക്കേണ്ടതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് വരനും അതുപോലെ മറ്റാളുകളെല്ലാം അവിടെ നിൽക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, രോഗിയുടെ മരുന്നിനോടൊപ്പം തന്നെ അവരുടെ മനസ്സിൻ്റെ സന്തോഷവും കൂടി പ്രധാനമാണെന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു നിറവ്, ഒരു സന്തോഷം ഈ ഒരു കാര്യത്തിലൂടെ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ രോഗാവസ്ഥയിലാണെങ്കിൽ കൂടി മകളുടെ നിക്കാഹിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന ഇനി മുന്നോട്ടും അദ്ദേഹത്തിന് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ മനോഭാവത്തെ കൂടി പ്രശംസിക്കാതെ വയ്യ. കാരണം അത്രയും ക്രിട്ടിക്കലായ ഒരു മെഡിക്കൽ കണ്ടീഷനിലുള്ള ആൾക്ക് ഇങ്ങനെ ICUയിൽ ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരമൊരുക്കുക, അല്ലെങ്കിൽ അതിനുള്ള സഹായങ്ങൾ ചെയ്തു നൽകുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. അവരുടെ ആ ഒരു മനസ്സിൻ്റെ വലിപ്പം കൂടിയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ കാണേണ്ടത്. എന്തായാലും ആ മകൾക്കും അച്ഛനും ഇനിയും ഒരുപാട് കാലം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ്. ഈ വിവാഹം മാത്രമല്ല, മകളുടെ സന്തോഷപൂർവ്വമുള്ള വിവാഹ ജീവിതം കൂടി കാണാനും ഒപ്പമുണ്ടാവാനും ആശംസകൾ അറിയിക്കാനും ഒക്കെ അച്ഛന് കഴിയട്ടെ എന്നാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. പക്ഷേ അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹം കൂടിയുണ്ട് ഈ വാർത്ത കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും, നമ്മൾക്കും എല്ലാവരും തന്നെയും. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷം അത് നിറവേറ്റി കൊടുത്തല്ലോ എല്ലാവരും. ആശുപത്രി ജീവനക്കാർക്കും അതിലൊരു പങ്കുണ്ട്, അവരാണ് ഇത് മുന്നിലേക്ക് നിന്നത് എന്നുകൂടി ആലോചിക്കുമ്പോൾ അത് നല്ല കാര്യം, അത് എടുത്തു പറയാതെ വയ്യ. ശരി അക്ഷയ.